ശ്രീതേട്ടന് കന്നഡ അറിയാം, അവിടെയാണ് പഠിച്ചത്. ഞാന് ഈ പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചത്, സൂറത്കല്ലാണ് പഠിച്ചത്. അപ്പൊ ഈസി ആയിരുന്നു. ജോണിനോ? മാത്രല്ല അതിന്റെ ഒരു മെണപ്പ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന്റെ സമയത്ത് ഇവർക്കൊന്നും കന്നഡ അറിയില്ലോ. ഞാൻ 2 സ്ഥലത്ത് ഓക്കെയാണല്ലോ. ഇങ്ങനെയല്ല എന്നൊക്കെ പറയോ? പിന്നെ എന്റെ രണ്ടാമത്തെ കന്നഡ പടമാണ്. എനിക്ക് 2 സ്ഥലത്തും കയറ്റുന്നില്ല, അതായിരുന്നു പ്രശ്നം. അവൻ കന്നഡ, അവൻ പോട്ടെ അങ്ങോട്ട്. ഇവിടെ പോകുമ്പോ പുള്ളി മലയാളം അല്ലി ഹോകു എന്ന് പറഞ്ഞ അവസ്ഥയായി. നമ്മളെ 2 സ്ഥലത്ത് പെടാത്ത അവസ്ഥയായി. പക്ഷെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ കന്നഡ പടം ആയതുകൊണ്ട് ആദ്യത്തെ പടത്തിൽ എനിക്ക് ഭയങ്കര ലവ് എന്ന് പറഞ്ഞ മലയാളത്തിൽ വന്ന പടത്തിന്റെ റീമേക്ക് ആയിരുന്നു, ഹാപ്പിലി മാരീഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഗോകുലം ചെയ്ത വേഷമാണ് ഞാൻ ചെയ്തത്. അതാണെങ്കിൽ ഫുൾ ഡയലോഗ്സാണ്, ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ അത് കാരണം തന്നെ കുറെ നാളായിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞു. ഞാനത് കഴിഞ്ഞിട്ട് ഈ സൂറത്കല്ല് പോന്നിട്ട് വർഷങ്ങളായി. 1997 പോകുന്നത് അവിടുന്ന്. അപ്പൊ അത് കഴിഞ്ഞ പിന്നെ 99 വരെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, 2000 വരെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. MBA പരിപാടികളൊക്കെ ആയിട്ട് 1 വർഷം ജോലി ചെയ്തു. 2000-ന് ശേഷം ഈ ഭാഷ അങ്ങനെ അധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാലും അവിടെ ഉണ്ടായതിന്റെ പേരിൽ എനിക്ക് ഈ ഭാഷ ഒരു ഏലിയൻ ഭാഷയല്ല. അപ്പൊ എനിക്ക് നമുക്കത് ശീലമുണ്ട്. പ്രത്യേകിച്ച് അപ്പോളോ ടയേഴ്സിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മാർക്കറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ ഞാൻ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഷ നമ്മൾ ഉപയോഗിക്കാതെ പറ്റില്ല. നമുക്ക് എല്ലായിടത്തും ഹിന്ദിയും ഇംഗ്ലീഷും വെച്ച് വർക്കാവില്ല. അപ്പോൾ അങ്ങനെ ഈ ഭാഷ നമ്മൾ അത്യാവശ്യം കൈകാര്യം ചെയ്തുകൊണ്ട് ആ സമയത്തെങ്കിലും നമുക്കത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, 22-23 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഭാഷയിലേക്ക് വീണ്ടും എത്തുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇതിന്റെ മീറ്ററും പരിപാടി അറിയാം, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇവരെ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല, എന്തിനാ ഹെൽപ്പ് ചെയ്യണം? നന്നായി പോയാലോ.